പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, പുതുപ്പള്ളി കവലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗ്രൗണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരു 4-5 പ്രാവശ്യം ഈ ഗ്രൗണ്ടിന്റെ വീഡിയോ എല്ലാം ഇട്ടതാണ്. നിങ്ങളെല്ലാം കണ്ടു കാണും ഈ ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ. ഇന്ന് 5 വർഷം ആകുകയാണ് ഈ ഗ്രൗണ്ട് ഈ രീതി തന്നെ കിടന്ന് നശിക്കാൻ തുടങ്ങിയിട്ട്. ഇത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനമാണ്. 2020 കാലഘട്ടത്തിലാണ് സ്കൂളിന് പുതിയ കെട്ടിടം പണിതത്. ആ കെട്ടിടം പണിതപ്പോഴത്തേന് അവിടെ വന്ന മണ്ണ് ഏറെക്കുറെ 400-500 ലോഡടുത്തുള്ള മണ്ണ് കൊണ്ടുപോയി ഈ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കുകയും പിന്നീട് ഈ ഗ്രൗണ്ട് യാതൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളാതായി കാട് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. ഇത് പലവട്ടം ഞാനിതിൻ്റെ വീഡിയോകളെല്ലാം ചെയ്ത് നിങ്ങൾ കാണുകയെല്ലാം ചെയ്തതാണ്. ഇതൊരു ഹൈമാസ്റ്റ് ലൈറ്റാണ്, അതാണ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. നിങ്ങൾ പുതുപ്പള്ളി വഴി യാത്ര ചെയ്യുന്നവർക്കെല്ലാം കാണാം, ഇതുപോലെ കാട് പിടിച്ച് ഏറെക്കുറെ 1 കോടി രൂപ അടുത്ത് മുടക്കി പണിത സ്റ്റേഡിയവും നശിച്ച അവസ്ഥയിലാണ്. ഇവിടെയൊക്കെ വാഴകളൊക്കെ തഴച്ച് വളർന്ന് കയറിയിരിക്കുകയാണ്. അന്നിട്ട മണ്ണാണ് അതിൻ്റെ മുകളിലാണ്. പുതുപ്പള്ളിയിൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. കാരണം പുതുപ്പള്ളിയിലെ നാടൻ പന്തുകളി ലോകത്തെല്ലായിടത്തും എത്തിച്ചത് ഈ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞ് ജനസമുദ്രമായി മാറിക്കൊണ്ടിരുന്ന അവസരമായിരുന്നു. പിന്നീടത് ചുറ്റുമതിലൊക്കെ കെട്ടി സംരക്ഷിച്ചപ്പോഴത്തേനാണ് ആരും കയറാതെ ഇത് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയായിരുന്നു. ഇതിൻ്റെ തകർച്ചയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന് ആ കെട്ടിടം പണിതപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട മണ്ണ്, അതുകൂടാതെ ഈ പണിതിരിക്കുന്ന സ്റ്റേഡിയം, അത് ഗ്രൗണ്ടിന് ശരിക്കും ഒരു മറവായിപ്പോയി. അതിൻ്റെ പുറകിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണും. കാട് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. ഇപ്പം സ്കൂളിൽ ആരും കയറാത്ത രീതിയിൽ തന്നെ മൊത്തം ബന്ദോബസ്താക്കിയിട്ടുണ്ട്. പുതുപ്പള്ളിയുടെ സമീപ പ്രദേശത്തുള്ള മിക്ക സ്കൂളുകാരും സ്പോർട്സ് മീറ്റൊക്കെ നടത്താൻ വേണ്ടി ആശ്രയിക്കുന്നത് ഈ ഗ്രൗണ്ടിനെയാണ്. എന്നാൽ ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ അനുദിനം പരിതാപകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് ഈ ഗ്രൗണ്ടിൻ്റെ എല്ലാവിധ നാശത്തിനും തുടക്കമായി വന്നത്. ഇത് ഏറെക്കുറെ 400-500 ലോഡെടുത്ത് മണ്ണുണ്ട്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ ഫയലൊന്ന് അന്വേഷിക്കാനോ ഇതിനു വേണ്ടി പിന്നീട് മെനക്കെടാനോ തയ്യാറാകുന്നില്ല. കാരണം അവിടുന്ന് എടുത്തിരിക്കുന്ന മണ്ണിൻ്റെ കണക്ക് ഇതുവരെ ഇല്ല. അതോടൊപ്പം തന്നെ ഇവിടെ എത്ര മണ്ണ് കൊണ്ട് ഇട്ടു എന്നുള്ള കണക്കില്ല. കുറേ ലോഡ് വഴി കൂടെ പോയിട്ടുണ്ട്, അതിനും വ്യക്തമായ കണക്കില്ല. അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതിനിട്ട് തൊടുന്നില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കും. അതുകൊണ്ടാണ് ആരും ഇതിനു വേണ്ടി ശ്രമിക്കാത്തത്. എന്നാൽ പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഈ ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയുന്നത് ഒരു കാലത്തും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പുതുപ്പള്ളിയിലെ കവലയുടെ ഹൃദയഭാഗത്ത് അതിമനോഹരമായി ഉണ്ടായിരുന്ന പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഏറെക്കുറെ 1 കോടി രൂപയോളം മുടക്കി നവീകരിച്ച ഗാലറിയാണ്. ഈ ഗാലറിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഈ ഗാലറി പണിതിരിക്കുന്നത്. അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ടാങ്കാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ടോയ്ലറ്റുകളെ ഇതിൻ്റെ പുറകുവശത്തൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യന് പോലും അങ്ങോട്ട് പോകാൻ മേലാതെ അത് മുഴുവൻ നശിച്ച് കിടക്കുകയാണ്. പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകളൊക്കെയാണ്, അതൊന്നും ഉപയോഗിച്ചിട്ട് പോലുമില്ല. അതെല്ലാം മുഴുവൻ പൊട്ടിപ്പൊളഞ്ഞ് നാശമായിട്ട് കിടക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 7-ാം വാർഡിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ ഗ്രൗണ്ട്. എന്നാൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഗ്രൗണ്ടിന് യാതൊരു അധികാരവും പഞ്ചായത്തിനില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഴുവൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിനാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ എന്തെങ്കിലും കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലുകളും കാര്യങ്ങളും എല്ലാം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കാണും. അപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പുതുപ്പള്ളി ഡിവിഷനിലെ പ്രതിനിധീകരിക്കുന്നത്
ശ്രീ നിബു ജോൺ എഴുത്തിക്കലാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ അദ്ദേഹം ഇരുന്ന സമയത്താണ് ഈ കോളേജിൻ്റെ കെട്ടിടം പണിയും കാര്യങ്ങളൊക്കെ നടന്നത്. കിഫി ഫണ്ട് ഉപയോഗിച്ച് 2021 ഫെബ്രുവരി 18 ഈ സ്കൂളിൻ്റെ കെട്ടിട സമുച്ചയം പൂർത്തിയാക്കിയത്. അന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സാറ് പ്രതിപക്ഷ നേതാവായിരുന്നു. അതോടൊപ്പം അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ്, അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് എന്നിവരൊക്കെ സംബന്ധിച്ച ഒരു വലിയ ചടങ്ങായിരുന്നു സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങ്. ഇതാണ് ഗാലറിയുടെ പുറകിലത്തെ ടോയ്ലറ്റ് ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. എല്ലാം നശിച്ച നിലയിലാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഞാൻ പലവട്ടം വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ആരും കയറാത്ത രീതിയിൽ സ്കൂള് അതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇതിലെയൊന്നും ഇപ്പോൾ ആൾക്കാർ വരവോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയ്ക്കും കാട് പിടിച്ച് കിടക്കുന്നത്. ഈ ഗ്രൗണ്ടിന് എന്തെങ്കിലും ശാപമോക്ഷം കിട്ടുമോ ഇല്ലെന്നറിയാൻ വേണ്ടി നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ തന്നെ പോകാം. എന്നാലേ ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ശ്രീ നിബു ജോണിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പുതുപ്പള്ളിയിലെ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പല പ്രാവശ്യങ്ങളും നമ്മൾ പഞ്ചായത്തിനോട് ഒക്കെ പരാതിയൊക്കെ പറയുമ്പോൾ പഞ്ചായത്ത് കൈയൊഴിയും, ജില്ലാ പഞ്ചായത്തിനാണ് അതിൻ്റെ ചുമതലയെന്ന് പറഞ്ഞു. അപ്പം പലരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പഴി ചേരുന്നത് ജില്ലാ പഞ്ചായത്തിലാണ്. അപ്പോൾ ആ ജില്ലാ പഞ്ചായത്ത് ഇത്രയും വർഷമായിട്ട് അപ്പോൾ നമുക്ക് ഏറെക്കുറെ 5 വർഷത്തോളമായി ആ ഗ്രൗണ്ട് ഇങ്ങനെ മോശമായിട്ട് കിടക്കാൻ തുടങ്ങി. അതിനെപ്പറ്റി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളൊന്ന് വിശദീകരിക്കാം. വിനോദ, ഇതിനകത്ത് ഈ 2015-20 ഭരണസമിതിയുടെ കാലത്താണ്, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് പുതുപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് സ്കൂള്, അത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്കൂള്, ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു സ്കൂള് എന്ന സംസ്ഥാന ഗവൺമെൻറ് തീരുമാനപ്രകാരം പുതുപ്പള്ളി സെൻറ്റ് ജോർജ് സ്കൂള് MLAക്ക് തീരുമാനിക്കാവുന്ന ഒരു മണ്ഡലത്തിലെ ഒരു സ്കൂളെന്ന നിലയിൽ അതാത് MLAമാർ എഴുതി കൊടുക്കുന്ന സ്കൂളുകളാണ്. ഗവൺമെൻറ് ആ സ്കൂളിനെ ഈ കിഫ്ബി ഫണ്ടിലൂടെ 5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ സ്കൂൾ പുനർനിർമ്മിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാക്കി മാറ്റുക എന്നുള്ള സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് സ്കൂളിൽ ഈ 5 കോടി രൂപ കിഫ്ബി ഫണ്ടിലൂടെ വന്നത്. അന്ന് പഞ്ചായത്ത് ഭരണസമിതി അന്ന് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സാർ ആവശ്യപ്പെട്ടതനുസരിച്ച് 2 കോടി രൂപ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിച്ചുകൊണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളായിട്ടും പഞ്ചായത്തിനത് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷേ സാധിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിച്ചുകൊണ്ട് ആസൂത്രണ സമിതിയുടെയും പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് 2 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ 7 കോടി രൂപ മൊത്തം ചെലവഴിച്ചതിനകത്ത് 6,76 ലക്ഷം രൂപ മൊത്തം ചെലവഴിച്ചുകൊണ്ടാണ് സെൻറ്റ് ജോർജ് സ്കൂള് അവിടെ ഇന്ന് കാണുന്ന രീതിയിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൽ അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റേണ്ടത് ഉണ്ടായിരുന്നു. അന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരം ഈ മണ്ണ് അവിടുന്ന് മാറ്റി പൂർണ്ണമായും ഗ്രൗണ്ടിലേക്ക് മാറ്റിയിടുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. അന്ന് ആ തീരുമാനമെടുക്കുമ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി പാസ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടുന്ന് ആ മണ്ണെടുത്ത് മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ PWD ബിൽഡിങ്സ് ഡിവിഷനിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത് അവിടെ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അതെടുത്ത്, കാര്യം സ്ഥലവും ഇതുമെല്ലാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ മണ്ണെടുത്ത് അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതിയും അതിന് ആവശ്യമായി വന്നെടുത്തിട്ട് അന്ന് അങ്ങനെ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ണെടുത്ത് മാറ്റി
ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അത് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു. 2020 അത് ഉദ്ഘാടനം ചെയ്യുന്ന 2020 അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന 21 ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം അന്ന് മണ്ണെടുത്ത് മാറ്റി ഇതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഗ്രൗണ്ടിൽ ഈ കിടക്കുന്ന മണ്ണെടുത്ത് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കായിക പ്രേമികളുടെ പരാതികളും ഈ നാട്ടിലെ ജനങ്ങളുടെ പരാതികളും എല്ലാം വന്നപ്പം ആ ഗ്രൗണ്ടിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റണമെന്നുള്ള നിർദ്ദേശം വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അത് സംബന്ധിച്ചുള്ള ഫയലുകൾ ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുത്തു. ബാക്കി ഗ്രൗണ്ടിൽ കിടക്കുന്ന മണ്ണ് ലേലം ചെയ്ത് കൊടുക്കുന്നതിന് തീരുമാനമെടുത്തു. ആ സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോയപ്പോഴാണ് അറിയുന്നത് PWD ബിൽഡിങ്സ് ഡിവിഷനിലോ ജില്ലാ പഞ്ചായത്തിലോ അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജിയിലോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലോ ഇത് സംബന്ധിച്ച എത്ര മണ്ണ് അവിടെ നീക്കം ചെയ്തെന്നോ ഇത് സംബന്ധിച്ച് യാതൊരുവിധ രേഖകളും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ലേലം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് നടപ്പിലാക്കാനായിട്ട് സാങ്കേതികമായ പല പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആരെങ്കിലും ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ മേൽ ഇതെല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടി ഇത് ഫയൽ സംബന്ധിച്ചൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുമായി സംസാരിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരം അവിടെ കിടക്കുന്ന മണ്ണ് ലേലം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പം കിടക്കുന്ന മണ്ണ് അവിടെ പൂർണ്ണമായും നിരത്തിക്കൊണ്ട് ഗ്രൗണ്ടിൽ തന്നെ നിരത്തിക്കൊണ്ട് ആ ഗാലറികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി ഏതാണ്ട് 5 ലക്ഷം രൂപ ചെലവ് വരുമെന്നും ആ 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ച് അത് നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ തീരുമാനം അത് ഇപ്പോൾ പദ്ധതി അംഗീകാരം കിട്ടി. അത് ഇനിയിപ്പോൾ ടെൻഡറിലേക്കും കടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാങ്കേതികമായ ഇത് മാത്രമേ ഉള്ളൂ. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇവിടം വരെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പം വർക്ക് ടെൻഡർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി. 5 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം നിലവിൽ ഉള്ള സാഹചര്യം. ഈ മണ്ണ് ഇവിടെ കിടക്കുന്നതിൻ്റെ അകത്ത് കണക്കിൻ്റെ അകത്ത് പൊരുത്തക്കേട് ഉള്ളതെന്നുള്ളതാണ് ശരിക്കും. വളരെ പൊരുത്തക്കേട് വളരെ വ്യക്തം. അന്ന് ശരിക്കും പറയേണ്ടത് അന്നൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത് അന്ന് അവിടുന്ന് മണ്ണ് എടുത്ത് ഇവിടെ നിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. ഗ്രൗണ്ടിൽ തന്നെ ഇടേണ്ട ഒരു സാഹചര്യമില്ല. എവിടെ മണ്ണ് അവിടെ എത്ര മണ്ണ് മാറ്റണോ അത് എത്ര ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റണം എന്നുള്ളത് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് അത്രയും മണ്ണ് അവിടുന്ന് ലേലം ചെയ്ത് മാറ്റുക. അവിടുന്ന് ലേലം ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ ഈ സാങ്കേതികമായ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ എടുത്ത തീരുമാനങ്ങൾ മോശം തീരുമാനത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഇന്നും ഇപ്പോൾ ആരെങ്കിലും ഇത് സംബന്ധിച്ചൊരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വീണ്ടും അതൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ വേണ്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ശരിക്കും കൂടി ഒരു യോഗം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റ്സ് തയ്യാറാക്കി ആ മിനിറ്റ്സിനകത്ത് ബന്ധപ്പെട്ട ആ യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവിടെ വെച്ചൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉചിതമായ തീരുമാനം ഉണ്ടാക്കി അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാറുണ്ട്. ഇനി എന്തെങ്കിലും ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കായിക പ്രേമികൾക്ക് പഴയ ഗ്രൗണ്ട് തിരിച്ചു കിട്ടുക, അതാണ് ഇപ്പം നമ്മുടെ ഈ നാട്ടിലെ പൊതു ആവശ്യം. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മറ്റേ ഇതൊക്കെ മണ്ണ് നിരത്തുന്നതിൻ്റെയൊക്കെ അത് ടെൻഡർ ചെയ്ത് പൂർണ്ണമായി അവിടെ കിടക്കുന്ന മുഴുവൻ മണ്ണ് നമ്മൾ നിരത്തിയേ പറ്റത്തുള്ളൂ. ഗ്രൗണ്ടിൽ തന്നെ നിരത്തുക. അതോടൊപ്പം തന്നെ ഗാലറികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുക. അത് എഞ്ചിനീയറുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതും പ്രകാരമുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ അത്രയും ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും അവസാനത്തെ നീക്കങ്ങൾ. അതെ. ശരി, ഇത്തരം വിവരങ്ങൾ കിട്ടിയത് വളരെ താങ്ക് യു.